ഗെറ്റ് റെഡി ബിലീവേഴ്സ്, ഇതാണ് വേദാമ്പരം പള്ളി. ഇതിൻ്റെ മുന്നിലാണ് ഇന്ന് കണ്ട സാധനം ഒരു കുറ്റി പൊന്തിയിട്ട് കൊടി പൊന്തിച്ചത്. അപ്പോൾ ചോദിക്കാനുള്ളത്, മദ്രസ പഠിപ്പിക്കുന്നത് പള്ളിൻ്റെ ഉള്ളിൽ നിന്നാണോ അല്ല പള്ളിൻ്റെ പുറത്തുനിന്നാണോ? അപ്പോൾ മാറ്റങ്ങൾ വരണമെങ്കിൽ വേദാമ്പരം പള്ളിക്കാരോടാണ് പറയുന്നത്. ഇന്ന് ഇതിലൂടെ അത് പറയുന്നില്ല. ആകെ പറയാനുള്ള ഒരു കാര്യം, പള്ളിയിൽ കുറേ ആൾക്കാർ പുറത്തുനിന്ന് നിസ്കരിക്കുന്നുണ്ട്, അത് മുട്ട് കുത്തിയിട്ടല്ലാന്ന്. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ ഇതുവരെ വിചാരിച്ചത് അവർ വൈകി വരുന്നതുകൊണ്ടാണ്. പക്ഷെ കണ്ട കാര്യം എന്ന് പറയുന്നത്, ലാസ്റ്റത്തെ വെള്ളിയാഴ്ച കണ്ട കാര്യം, മുകളിലേക്ക് പോകുന്ന സ്ഥലത്ത് വരെ ആൾക്കാർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം സകല വിശ്വാസികളോടാണ് പറയുന്നത്, ബാക്കിലെ ആൾക്കാർ നിസ്കരിക്കാൻ ചിലപ്പോൾ ചില കാരണങ്ങൾ കാരണം വൈകി വന്നാലും അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയരുത്. അവർക്ക് മുട്ടുകുത്തി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പായൊന്നുമില്ല. പായ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പായ് ഗൾഫിലും പുറം നാടുകളിലും കാണുന്ന പോലെ ഒരു പായ് മടക്കിയിട്ട് ഒരു പെട്ടിയിലാക്കിയിട്ടുണ്ടാവും. അത് തിരിച്ച് കയറ്റലാണ്, എന്നിട്ട് തിരിച്ചിറക്കലാണ്. അതുപോലും അറിയാത്ത കുറേ പ്രവാസികൾ കമ്മിറ്റി ആയിട്ടുണ്ടെങ്കിൽ ആ കമ്മിറ്റിയോടാണ് പറയുന്നത്. ഞാൻ പ്രവാസി അല്ലാത്തത് കുറേ എണ്ണം പ്രവാസം ലോകത്തേക്ക് പോയിട്ടുണ്ട്. ആരെല്ലാം കണ്ടിട്ട് ഒരു കുന്തും അറിയാത്ത എൻ്റെ ഇതങ്ങ് വരുന്ന ക്യാരക്ടറാകുന്നില്ല. അപ്പോൾ പറയാനുള്ളത്, സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ മുകളിലേക്ക് പോകുന്ന ഹൗലിൻ്റെ സൈഡ്, അവിടെ ഒരു ഹൗലും ഉണ്ട്, അവിടെ ഒരു കാർപ്പറ്റും ഉണ്ട്. ആ കാർപ്പറ്റിൽ ഒരാൾ നിസ്കരിക്കരുത്, അതിലേ കൂടിയാണ് മുകളിലോട്ടേക്ക് പോകേണ്ടത്. അതുകൊണ്ട് കപട വിശ്വാസികളോടാണ് പറയുന്നത്, നിങ്ങൾ പള്ളിയിൽ നേരത്തെ വന്നു കഴിഞ്ഞാൽ വിശ്വാസികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയരുത്. അപ്പോൾ കമ്മിറ്റിയും കൂടി മാറ്റണം, എന്നാലേ ആ പള്ളി തിരിച്ചു പിടിക്കാൻ കഴിയൂ. അത് ഇപ്പോഴല്ല. അപ്പോൾ പറയാനുള്ളത്, അതിൻ്റെ കൊടി ആടെ പൊങ്ങി നിൽക്കുന്നുണ്ട്, വെള്ള കുറ്റിയും. ഇവിടുന്ന് എടുത്തോണ്ട് അതിനമ്മോ ഈ ഫോട്ടോത്തിലൊന്നും കുറ്റിയില്ലല്ലോ, ഇതെല്ലാം പഴയ 14 കൊല്ലം മുന്നുള്ള ഫോട്ടോന്ന്. എന്തായമ്മോ അലാക്കിൻ്റെ അവലും കഞ്ഞി.